Hi friends, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ബട്ടർ ചിക്കൻ തയ്യാറാക്കിയാലോ. ഞാൻ കവിത. വെൽക്കം ടു റൂട്ട് ടു മീഡിയ 2-minute റെസിപ്പി. ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒരു വലിയ തക്കാളിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് 2 വലിയ സവാള, 1 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, പരിപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്, കസ്തൂരി മേത്തി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഗരം മസാല, മുളക് പൊടി, 1 ഫ്രഷ് ക്രീമും ബട്ടറും. മസാല തയ്യാറാക്കാൻ പോവുകയാണ്. ഞാനിത് കുക്കറാണ് യൂസ് ചെയ്യുന്നത്. ഒരു വലിയ സ്പൂണ് ബട്ടർ ഇടാം. ഈ ബട്ടറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒത്തിരി അങ്ങ് വരളണമെന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഗരം മസാല ചേർത്തിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് 3-4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കും. 3-4 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇത് തണുക്കണം, എന്നിട്ടൊന്ന് അരച്ചെടുക്കാന്. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കന് ബട്ടറിൽ വറുത്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വലിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഓരോരോ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ബട്ടറിൽ തന്നെ വേവിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. നമ്മുടെ ബട്ടർ കിടന്ന് ചിക്കൻ ഏകദേശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ വറുത്ത ഈ ഒരു ബട്ടർ ബാക്കിയുണ്ട്. നമുക്ക് ഇതിലോട്ട് തന്നെ വീണ്ടും 1 സ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1 നുള്ള് മസാലപ്പൊടി ഇടാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഞാൻ നല്ലപോലെ മിക്സിയിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ വെന്ത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിയായ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു ഡിഷുമായി കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.